PAK പൊന്നോണം 2025 ഓഗസ്റ്റ് 26 മുതൽ സെപ്റ്റംബർ 30 വരെ. വിവാഹ പാർട്ടികൾക്ക് ആശ്വാസം. വർദ്ധിച്ചുവരുന്ന സ്വർണ്ണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം. PAK ഗോൾഡൻ ഡയമണ്ട്. വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റൽ ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പ്രസിഡന്റിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് യൂത്ത് ലീഗ് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ച നിലയിൽ. ശനിയാഴ്ച രാത്രി സ്ഥാപിച്ച 5 ബോർഡുകളാണ് നേരം പുലർന്നപ്പോഴേക്കും കീറി നശിപ്പിച്ച നിലയിൽ കണ്ടത്. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി പോലീസിൽ പരാതി നൽകി. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 1,20 ലക്ഷം രൂപയും NHM ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച 1,02 ലക്ഷം രൂപയും MP ഫണ്ടിൽ നിന്നും അനുവദിച്ച 50 ലക്ഷം രൂപയും ഡയാലിസിസ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ 75 ലക്ഷം രൂപയും ഉൾപ്പെടെ 3,47 ലക്ഷം ഉപയോഗിച്ചുകൊണ്ട് വണ്ടൂരിലെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യം പൂർത്തീകരിക്കണമെന്നോണം പ്രവൃത്തി പൂർത്തിയാക്കിയ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രിയങ്ക ഗാന്ധി MP ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇതിനിടെയാണ് പരിപാടിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് MP പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും MLA അനിൽകുമാറിന്റെയും മാത്രം ഫോട്ടോ ഉൾപ്പെടുത്തി പേരില്ലാത്ത ഫ്ലെക്സ് ബോർഡുകൾ കഴിഞ്ഞ ദിവസം ഉയർന്നത്. ഡയാലിസിസ് സെന്ററിനു വേണ്ടി ഭൂരിഭാഗം ഫണ്ടും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയാണ് അനുവദിച്ചിട്ടുള്ളത്. എന്നിരിക്കെ ഇതിനു നേതൃത്വം വഹിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ ആമയൂരിന്റെ ഫോട്ടോ വെട്ടിയുള്ള പേരില്ലാത്ത ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നതോടെയാണ് അസ്കറിന് അഭിവാദ്യവുമായി ഹോസ്പിറ്റൽ റോഡിൽ യൂത്ത് ലീഗ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. വണ്ടൂർ നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി, ബ്ലോക്കിനു കീഴിലെ വണ്ടൂർ, പോരൂർ, തിരുവാലി, മമ്പാട് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റികളുടെ പേരിലാണ് പ്രസിഡന്റിന് അഭിവാദ്യം അർപ്പിച്ചുള്ള ഫ്ലെക്സ് ബോർഡുകൾ ശനിയാഴ്ച രാത്രി സ്ഥാപിച്ചത്. എന്നാൽ നേരം പുലർന്നപ്പോഴേക്കും ഫ്ലെക്സ് ബോർഡുകൾ കീറി നശിപ്പിച്ച നിലയിൽ കണ്ടു. ഇതോടെയാണ് യൂത്ത് ലീഗ് വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയത്. സമീപത്തെ CCTVയും മറ്റും പരിശോധിച്ച് കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടാണ് യൂത്ത് ലീഗ് വണ്ടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് MT അലി നൌഷാദ് വണ്ടൂർ പോലീസിൽ പരാതി നൽകിയത്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.